എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ്. അത് വെറുതെ അല്ല, കൽച്ചട്ടിയിലുള്ള മാമ്പഴ പുളിശ്ശേരി. ഒരുപാട് പേര് കൽച്ചട്ടി വാങ്ങിച്ചപ്പോൾ തൊട്ടേ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പേ തൊട്ടേ പറയുന്നതാണ്, കൽച്ചട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാമ്പഴ പുളിശ്ശേരി വെച്ച് കാണിക്കണേ വിനിച്ചേച്ചിന്ന്. പിന്നെയും വൈകുകയാണെങ്കിൽ മാമ്പഴക്കാലം കഴിയാറായി, നല്ല മഴക്കാലം വന്നു, എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കണത് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ മാമ്പഴം ഒരുപാടുണ്ടായിരുന്നു. പ്രിയയൊക്കെ എപ്പോഴും പറയും, നിൻ്റെ വീട്ടിലെ ആ മാങ്ങയുടെ അത്ര ടേസ്റ്റുള്ള മാങ്ങ ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ലയെന്ന്. അത്ര നല്ല മാങ്ങയായിരുന്നു. അപ്പോൾ പിന്നെ പശുവുണ്ട് വീട്ടിൽ, അതുകൊണ്ട് തന്നെ മോരും സമൃദ്ധിയായിട്ട് ഉണ്ടാവും. നാളികേരം വീട്ടിലുണ്ട്. ആകെ കൂടി ആ ഉണക്കമുളകും കടുകും മാത്രമേ നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങയുടെ സീസണായ ഇഷ്ടം പോലെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവും. അതുപോലെ കാറ്റും മഴയൊക്കെ ആകുമ്പോഴൊക്കെ വാഴകളൊക്കെ ഒടിഞ്ഞു വീഴും. അല്ലെങ്കിൽ തന്നെയും ഇഷ്ടം പോലെ ചെറിയ ടൈപ്പ് കായ ഉണ്ടാവണം വാഴകളുണ്ടാവും. ഈ മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ തന്നെ ചെറുകായയുടെ ഉപ്പേരിയും ഇതാവും സ്ഥിരം. രാത്രിയായ ഉണക്കമീൻ വറക്കും, പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇത് വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് മാങ്ങകൾ ഇങ്ങനെ തൊലി കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു മാങ്ങകളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ തൊലിയുടെ അവിടെയുള്ള ചുണങ്ങുള്ള ഞെട്ടുണ്ടല്ലോ, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇതുപോലെ തന്നെ എല്ലാ മാങ്ങയും തൊലി ഉരിച്ചെടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുട്ടികളൊക്കെ ഈ തൊലി ഉരിച്ചിട്ടുള്ള ആ തൊലി കടിച്ച് തിന്നാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാമ്പൊക്കെ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, പിള്ളേരൊക്കെ ചുറ്റും കൂടിയിരുന്നിട്ടാണ് മാങ്ങ നന്നാക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കൽച്ചട്ടിയിൽ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മാത്രം അടുപ്പിൽ വെച്ച് തീ കത്തിക്കുകയാണ്. അപ്പോൾ 6 മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം ഈ മാങ്ങയുടെ പീസ് ഇവിടെ ആർക്കും ആവശ്യമില്ല, ഞാൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 6 മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് കഴുകില്ല, മാങ്ങ ജസ്റ്റ് ആദ്യം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് തൊലി ഉരിക്കണേ. ഇനി വേറെ കഴുകും കാര്യങ്ങളൊന്നുമില്ല. ഈ ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മാങ്ങ നന്നായി വെന്തിട്ട് അതിൻ്റെ ആ മധുരവും അതിൻ്റെ ആ ചാറും ഒക്കെ കറിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും ആ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നടുകേറിയത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ ഇടാം മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ ഈ സമയത്ത് വേണം ചേർക്കാനായിട്ട്. കറി അവസാന സമയത്ത് നമുക്ക് കളറ് പോരാന്നൊക്കെ തോന്നിയിട്ട് അവസാന സമയത്ത് ചേർക്കരുത്, അപ്പോൾ ഭയങ്കര പച്ചക്കുത്തായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ തന്നെ ചേർത്ത് കൊടുക്കാം. തീ കത്തിച്ച് നമ്മൾ ഉപ്പും പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം അതും നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഫുള്ള് ആ വെള്ളത്തിൽ അലിഞ്ഞ് വരും. ഇനി അങ്ങ് അടച്ചിട്ടിട്ട് അപ്പോൾ തിളച്ച് തുടങ്ങിയ തീ നന്നായി കുറച്ചിടാം. ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് ശരിയാക്കാം. അപ്പോൾ എപ്പോഴും മോര് കറി വെക്കുന്ന പോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 2 കതിർ കറിവേപ്പില, അതുപോലെ തന്നെ 3-4 പച്ചമുളക്, ഇത്രയും നമുക്ക് തേങ്ങയും കൂട്ടി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ നാളികേരം ഞാൻ ഇങ്ങനെ ചിരകേണ്ട മടിയുള്ള സമയത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ പൂള് കുത്തി വയ്ക്കും. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. അത് അത്യാവശ്യം അളവുണ്ട് കേട്ടോ. തേങ്ങയുടെ നമുക്ക് പൂള് കുത്തിയോണ്ട് തോന്നാത്തതാണ്, നമുക്ക് അത് അരച്ചു വരുമ്പോൾ നല്ല അളവുണ്ടാവും. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ തൈര് കട്ട ഉടയ്ക്കാനായിട്ട് മിക്സിയിലിട്ടിട്ട് 2 പൾസ് ബട്ടൺ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ജാറിലേക്ക് തന്നെ നമ്മൾ ഈ തേങ്ങ അടിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക്, ജീരകം, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും 4 ഐറ്റംസ് കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അമ്മിയിലൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ അരച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങ എന്തായി നോക്കാം. അപ്പോൾ കൽച്ചട്ടി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ പ്ലേറ്റും നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ മാങ്ങ നല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരിക്കൽ ഞാൻ തുറന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമ്മൾ കുക്കറിലാണ് വെക്കണതെന്ന് വെച്ചാൽ ഒരു 2-3 വിസിലടിച്ചാലും കുഴപ്പമില്ല. അപ്പോഴാണ് ആ മാങ്ങയുടെ എസൻസൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയാവുക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, തൈര് ജസ്റ്റ് ഒന്ന് കട്ട ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കപ്പാണ്, ഒരു 1/2 ലിറ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട ഉടച്ചെടുക്കുക, വല്ലാണ്ട് അങ്ങോട്ട് കറക്കി ലൂസാക്കരുത്.
ഇനി ഇത് നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മോരിനൊന്നും നമുക്ക് അങ്ങനെ വേവ് എന്ന് പറയാനേ ഇല്ലല്ലോ. മോര് ഒഴിക്കണ സമയത്ത് നമ്മൾ തീ കുറച്ചിടുക, അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം മോരൊഴിച്ച് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞാലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെക്കേഷൻ സമയത്താവുമല്ലോ ഈ മാങ്ങയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ച സമയത്ത് മാമ്പഴ പുളിശ്ശേരി വെച്ച ദിവസം എല്ലാവരും കൂടി ഇരുന്ന് വട്ടട്ട് ഇരുന്നിട്ടൊക്കെയാണ് ചോറുണ്ണ. അല്ലെങ്കിൽ നമ്മൾ വല്ല കളിവീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പോയി ഇരുന്നിട്ടൊക്കെയാണ് ചോറുണ്ണ. അത് കഴിഞ്ഞ് ഇതിലത്തെ ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ അങ്ങനെ ചപ്പി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആരെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് അപ്പോൾ അവർ എന്താ സീരിയസ് ആയിട്ട് എന്തോ കാര്യം പറയാനെന്ന് വെച്ച് വിളി കേൾക്കും. നമ്മളപ്പോൾ പറയും നീ മാങ്ങാണ്ടിയുടെ കൂടെ പോകുന്നു. അപ്പോൾ അത് നമ്മൾ സ്ഥിരം എന്ന് പറഞ്ഞ പോലെ അത് അബദ്ധം പറ്റുകയും ചെയ്യും. പിന്നെയും നമ്മൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ മാങ്ങാണ്ടിക്ക് കൂട്ട് പോണ എല്ലാ നാട്ടിലുമുള്ള ഒരു സവിശേഷ പ്രത്യേകതയെന്ന് തോന്നുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഭരതൻ്റെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങളും അതുപോലെ കളിക്കാറുണ്ട്, ഭരതനൊക്കെ അങ്ങനെ പറ്റിച്ച് കഴിഞ്ഞാൽ ഭയങ്കര, പിന്നെ ഓടിച്ചിട്ട് ഒരു ഇടിയെങ്കിലും തന്നിട്ട് അവൻ നിർത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മുടെ അരപ്പ് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പും ഒഴിച്ചു. പിന്നെ മിക്സിയിലുണ്ടായിരുന്ന ബാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറേ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തു. അരപ്പൊഴിച്ചാലും ഈ പറഞ്ഞ പോലെ തന്നെ വല്ലാത്ത തീയിൽ ഇട്ട് വേവിക്കരുത്. മീഡിയം തീയിലാണ് നമ്മൾ ഈ അരപ്പും അതും നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പച്ചമണം കൂടിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ കുറേ അധികം സമയമൊന്നും ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൽച്ചട്ടി ഓഫ് ചെയ്തു. കാരണം നമുക്കിപ്പോൾ മനസ്സിലായി കറി ഓഫ് ചെയ്താലും എത്രകൊണ്ട് സമയം ഇതിങ്ങനെ തിളയ്ക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോര് ചേർക്കുന്ന സമയത്ത് തന്നെ നല്ലോണം സിമ്മാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഓഫ് ചെയ്തു. എന്നാലും ഇങ്ങനെ അടിയിൽ നല്ല ചൂടാണ്, ഇതിങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പിരിഞ്ഞു പോവുക അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് കടുക് വറക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ കടുക് വറക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇത്രയും ഐറ്റംസ് കൂടിയിട്ടാണ് കടുക് വറുത്തിടുന്നത്. ആ ഉലുവ വറുത്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടുതൽ കടുകിടാം, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതുപോലെ തന്നെ ഒരു 3 ഉണക്കമുളകും 2 കതിർ കറിവേപ്പിലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മുന്നേ കൂടി തന്നെ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് കണ്ടോ ഓഫാക്കിയിട്ട് ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നല്ല കളറും വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലും ആയിട്ടുണ്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. സ്വതവേ തന്നെ മോര് കറി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ കൽച്ചട്ടിയിൽ അത് സൂക്ഷിച്ച് വെച്ചാൽ എന്തായാലും സൂപ്പറായിരിക്കും. ഇനി നമ്മുടെ കടുക് വറുത്തതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയതായിട്ട്. നമ്മുടെ കടുകിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ 4 മണി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഈ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിരിക്കണേ, അല്ലെങ്കിൽ അത് ഓവറായിട്ട് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും വേണം. ഇനി നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയുടെ തിളക്കിലൊക്കെ നിന്ന് ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണല്ലോ ഈ മഞ്ഞ കളറ് ക്യാൻവാസിൽ കറുപ്പ് ചുവപ്പ് പച്ച നിറങ്ങൾ കൂടിയിട്ടുള്ള ഒരു പെയിൻറ്റിങ് പോലെയാണ്, നല്ല അടിപൊളിയാണ്. എനിക്ക് മോരുകൂട്ടാൻ വറുത്തിടുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെ ഈ കറിവേപ്പിലയുടെയും മുളകിൻ്റെയും എല്ലാം കൂടിയിട്ട് നല്ല സ്മെല്ലാണ്. അപ്പോൾ തന്നെ ലച്ചു വന്നിട്ട് ഊണ് കഴിക്കാം എന്നുള്ളത് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോരുകറിയും പപ്പടമാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം. ഇനി നമുക്ക് ചെറിയൊരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറുപയറും അതുപോലെ കായത്തൊലിയും കൂടിയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. ചെറുപയർ നമ്മൾ മുന്നേ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വിസിലടിച്ച് അങ്ങനെ ഒരു ആവശ്യമില്ല. നമ്മൾ വെറുതെ ഓപ്പൺ പോട്ടിൽ വേവിച്ചാൽ മതി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കായത്തൊലിയും കൂടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ പകുതി വേവാകുമ്പോൾ ജസ്റ്റ് കായത്തൊലിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടി ഒരേപോലെ വെന്ത് കിട്ടും. നമ്മളിപ്പോൾ ഈ പയറിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അത് എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. ഈ പറഞ്ഞ പോലെ തന്നെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ നമ്മൾ സിമ്മിലേക്ക് മാറ്റാം കേട്ടോ. ഇതെന്ന് വെച്ചാൽ പണ്ട് ഉണക്കപ്പയറെന്ന് വെച്ചാൽ മറ്റേ ചുമന്ന പയർ, അതും കായത്തൊലിയും കൂടിയിട്ടുള്ള ഉപ്പേരി പണ്ടുള്ള കല്യാണ വീടുകളിലൊക്കെ അതും ഒരു സാമ്പാറും ഒരു അച്ചാറും പപ്പടവും ഉണ്ടായിരിക്കും. പക്ഷേ നല്ല ചൂടുള്ള ചോറും ചൂടുള്ള സാമ്പാറും നല്ല ടേസ്റ്റുള്ള ഈ കായത്തൊലിയും പയറും കൂടിയിട്ടുള്ള
ഉപ്പേരിയും കൂടി ആവുമ്പോൾ അടിപൊളി കോമ്പിനേഷനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ രാധേശ്വര കല്യാണത്തിന് തലേദിവസം ഞാനും കൃപയും പ്രിയയും എല്ലാവരും വരിയായിട്ട് ഇരുന്ന് ചൂടുള്ള കറിയൊക്കെ കൂട്ടി ചോറുണ്ടതായിട്ട് കുറേ കാലം മുമ്പാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും ഇങ്ങനെ അധികം കാണാറില്ല ഈ കായത്തൊലിയും പയറിൻ്റെയും ഉപ്പേരി. വേറെ കറികളും ചിക്കനും ഒക്കെ ആണല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 90s കിഡ്സ് 80s കിഡ്സിൻ്റെ ഒക്കെ ഒരു നൊസ്റ്റു ആണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ചതച്ച് കാച്ചണതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഞാൻ എല്ലാ ഉപ്പേരിക്കൊന്നും വെളുത്തുള്ളി ചതയ്ക്കാറില്ല. അപ്പോൾ ഈ ഒരു തോരന് വെളുത്തുള്ളിയുടെ മണം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പകുതി വേവായിന്ന് കണ്ടപ്പോൾ ഈ കായത്തോലിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതിലാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരു 2 പ്രാവശ്യം തിളയ്ക്കുമ്പോഴേക്കും വെന്ത് കിട്ടും. നമ്മളങ്ങോട്ട് വാങ്ങി മാറ്റി വെച്ചാൽ ആ ഒരു ചൂടത്തിരുന്നിട്ട് ഒന്നുകൂടി വെന്തോളും. അപ്പോൾ അതിനധികം വേവില്ല. ഞാൻ കായത്തോലി മാത്രമല്ല ഒരു ചെറിയ കായയുടെ പീസും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറക്കാം. ശരിക്കും ഉള്ളി കാച്ചിയാണ് ചെയ്യണത്, പക്ഷേ ഈ കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ അതിൻ്റെ ഇടയിലേക്ക് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഇടിച്ചതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മളിങ്ങനെ അരിഞ്ഞ് ചേർക്കണമായിട്ടും കൂടുതൽ ഉപ്പേരിക്ക് ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിങ്ങനെ അമ്മിയിൽ ഇടിച്ചിട്ട് ഇതുപോലെ ഉള്ളി ഇടിച്ചിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ തിരക്കൊക്കെ ആകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് അങ്ങനെ സ്ലൈസ് ചെയ്ത് ഇടും. അതൊക്കെ എല്ലാവരും സ്വാഭാവികം തന്നെയാണ്. പക്ഷേ നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ടേസ്റ്റിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മളുടെ മോരുകറി ഓൾറെഡി ഇത്തിരി മധുരമുള്ള കറി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഇത്തിരി കൂടുതലിടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പിടി നാളികേരമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ നാളികേരം അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പച്ച സ്റ്റേജിലല്ല, കുറച്ചും കൂടി വഴട്ടി ഒന്നും കൂടി ഒന്ന് മൊരിയണ രീതിയിലേക്ക് ആക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇടുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട്. അതായത് നമ്മളതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുഴഞ്ഞിരിക്കാത്ത രീതിയിലാണ് ഈ തോരൻ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ഒലർന്ന് എടുക്കണം, എന്നാൽ വെന്തിട്ടും ഉണ്ടാവണം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചെറുപയറും കായത്തൊലിയും കൂടിയിട്ടുള്ള തോരൻ ശരിയായിട്ടുണ്ട്. ഇത് മറ്റേ ചുമന്ന ഉണക്കപ്പയർ വെച്ചിട്ടും ചെയ്യാം, ചെറുപയർ വെച്ചിട്ടും ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. മോരൂട്ടാനുമായിട്ട് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ലച്ചുവിന് മോരുകറി വെച്ചാൽ പപ്പടം നിർബന്ധമാണ്. മോരുകറിയും പപ്പടവും കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ ചട്ടപ്പടയെന്ന് പപ്പടം കാച്ചിയെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടം കാച്ചുന്നതിനായിട്ട് മുമ്പ് നന്നായിട്ട് പപ്പടം ഒന്ന് തട്ടിക്കുടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കാച്ചുന്ന വെളിച്ചെണ്ണ അങ്ങനെ അധികം കംപ്ലൈൻ്റ് ആവില്ല. അതിന്മേൽ കുറേ ഉഴുന്നുപൊടി ഉണ്ടായിരിക്കും. അത് അവർ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഉണക്കണ സമയത്ത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഉഴുന്നുപൊടി ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മളത് കാച്ചുന്ന സമയത്ത് നന്നായിട്ട് പപ്പടം കുടഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പൊടി മുഴുവൻ കളഞ്ഞതിന് ശേഷം നമ്മൾ കാച്ചുമ്പോൾ അങ്ങനെ ആ വെളിച്ചെണ്ണ വല്ലാതെ അങ്ങോട്ട് ഇങ്ങനെ കറുത്ത കളറാവില്ല, അതിൻ്റെ പൊടി ഇറങ്ങി വൃത്തികേടാവില്ല. ഇതിവിടെ പപ്പടം കൊണ്ടുവരണമെന്ന് ചേട്ടൻ പറഞ്ഞത് എന്താ കേട്ടോ. ഇത് നമ്മൾ എല്ലാ പപ്പടവും കൂടെ കാച്ചി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമെന്ന്. അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു മോരുകറിയുടെ ഒരു കഥ ഇട്ടിട്ടുണ്ട്. കഥയെല്ലാം നടന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും പോയി വായിച്ചു നോക്കണം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാലാണ് ഞാൻ പണ്ട് FBയിൽ ഇട്ടതാണ് ഈ പോസ്റ്റുകളൊക്കെ പൊക്കി കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിലിടണേ കേട്ടോ. ഇവിടെ ഭരതൻ്റെ ചേട്ടനും ഭാര്യയ്ക്ക് ഇത് വായിക്കാൻ കൊടുത്തപ്പോൾ അവർ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അയ്യോ വിനി എഴുതൂ, ഇത് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ഞാൻ ഭരതനോട് പറഞ്ഞത് അവർ പറയണായിട്ടില്ലേ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭരതൻ പറയണം, നീ അതെല്ലാം കൂടി എഴുതിയിട്ട് എൻ്റെ കയ്യിൽ ഞാനത് അങ്ങനെ തീയിട്ട് കരിച്ച് തരാമെന്ന്. അത്രയ്ക്ക് പ്രോത്സാഹനമാണ് കേട്ടോ ഭരതേട്ടൻ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഓടി വരാം. അതുവരേക്കും ബൈ. പുതിയ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.